CJP പാർലമെന്റ് മാർച്ചിലെ പോലീസ് അതിക്രമങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ജൂലൈ 20-ന് നടന്ന പാർലമെന്റ് മാർച്ചിലെ വീഡിയോ ദൃശ്യങ്ങൾ ഉന്നതതല സമിതിക്ക് കൈമാറും. പെൺകുട്ടികൾക്കെതിരായ ആക്രമണങ്ങളും സമിതി അന്വേഷിക്കും. ജൂലൈ 20-ന് നടന്ന പാർലമെന്റ് മാർച്ചിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഈ ഉന്നതാധികാര സമിതിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും അന്വേഷണം ഉണ്ടാകുക. എന്തായാലും പെൺകുട്ടികൾക്കെതിരായ ആക്രമണങ്ങളടക്കം ഈ സമിതി അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമിതിയിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി അടക്കം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഇത്തരത്തിൽ ഈ പോലീസ് അതിക്രമ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഫെമിന കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെമിന, എന്തായാലും വീഡിയോ ദൃശ്യങ്ങളടക്കം ഈ അന്വേഷണ സംഘം പരിശോധിക്കും. ഉന്നതാധികാര സമിതിയിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിമാരും മുൻ CBI ഡയറക്ടറും മുൻ സംസ്ഥാന പോലീസ് മേധാവിയും അടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സമഗ്ര വിവരങ്ങൾ? CJP പാർലമെന്റ് മാർച്ചിലെ പോലീസ് അതിക്രമത്തിനെതിരായിട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിക്കാനായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകും. സുപ്രീം കോടതിയുടെ ഉത്തരവ് നാളെയായിരിക്കും വരിക. എന്നാൽ ഇത്തരത്തിൽ ഉന്നതതല സമിതി രൂപീകരിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 20-ന് നടന്ന പാർലമെന്റ് മാർച്ചിന്റെ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഈ സമിതിക്ക് സുപ്രീം കോടതി കൈമാറും. പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും സമിതി പരിശോധിക്കും. സുപ്രീം കോടതി മുൻ ജഡ്ജി അതുപോലെ തന്നെ മുൻ CBI ഡയറക്ടർ, മുൻ സംസ്ഥാന DGP എന്നിവർ ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കും രൂപീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി നാളെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിരവധി ഹർജികളാണ് ഈ CJP പാർലമെന്റ് മാർച്ചിൽ പോലീസ് അതിക്രമത്തെ കുറിച്ചുള്ള നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വന്നത്. ഇതിൽ ഒരു അന്തിമ വിധി അല്ലെങ്കിൽ ഒരു ഉത്തരവ് നാളെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതേസമയം തന്നെ ഈ പോലീസ് അതിക്രമം നടന്നുവെന്ന റിപ്പോർട്ട് ദില്ലി പോലീസ് നിഷേധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ദില്ലി പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിൽ ബലപ്രയോഗത്തിൽ കലാശിച്ചത് എന്നാണ് ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു വിശദീകരണം. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നും അത്തരം വാദങ്ങൾ നേരത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ ദില്ലി പോലീസും ആവർത്തിക്കുകയാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ അതിക്രമത്തിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉന്നതതല സമിതി രൂപീകരിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് നാളെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ശരി, ഫെമിനയാണ് വിവരങ്ങൾ നൽകിയത്.